ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ രേണു സുധി കുറേ വട്ടം പോണമെന്ന് കടന്ന് പറയുവാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ടാസ്കിൽ ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു, തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി ബോധം കെട്ട് വീണ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ബോധം കെട്ട് വീണ് കഴിഞ്ഞിട്ട് ആരും ചത്തുപോട്ടെ, അല്ലെങ്കിൽ രേണു സുധി തൊട്ട് കഴിഞ്ഞാൽ ചത്തുപോകുന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ശേഷം ഇപ്പം ഇന്ന് ലൈവിൽ രേണു സുധി ഒരുപാട് വട്ടം എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒന്ന് ബിഗ് ബോസ്, എന്തിനാണ് ആ രേണുവിനെ അവിടെ പിടിച്ച് നിർത്തി വെച്ചേക്കുന്നത്? പുള്ളിക്കാരിക്ക് ഒട്ടും താല്പര്യമില്ല അവിടെ നിൽക്കാൻ. താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുക. അവിടെ നിൽക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ നമ്മളിപ്പം കുടം ഇപ്പം വിഷമാന്ന് പറയുന്നുണ്ടെങ്കിലും അതുപോലെ നെഗറ്റീവൊക്കെ പറയുന്ന കളിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ കളിക്കാനൊരു താല്പര്യമെങ്കിലും അവർ കാണിക്കുന്നുണ്ട്. അവർ ഇതുപോലെ ഷോ കിട്ടിയുന്നില്ല, വീട്ടിൽ പോകണമെന്നൊന്നും കടന്ന് പറയുന്നില്ല. പക്ഷേ ഈ രേണു സുധി നായിക്ക് 40 വട്ടം കടന്ന് വീട്ടിൽ പോകണം എന്ന് പറയുകയും ചെയ്യും. ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദിക്കുമ്പോൾ പോകണ്ടെന്ന് പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു അവർക്ക് ആകെ ലാലേട്ടനെ കാണുന്നതാണ് ഒരു ആശ്വാസം എന്ന് തോന്നുന്നു. ലാലേട്ടൻ വരുന്ന സമയത്ത് മാത്രം അവർ പോകണ്ടെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും, ലാലേട്ടനെ കാണുമ്പോൾ ചിലപ്പം ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. എന്നിരുന്നാലും രേണു സുധി പോണെന്ന് പറയുന്നുണ്ട്. അവരെ ആ വാതിലങ്ങോട്ട് തുറന്നിട്ട് അവരെ പുറത്തോട്ട് വിടുക, അവരെ വീട്ടിലോട്ട് വിടുക. അവർ വെളിയിൽ വന്നിട്ട് അവരുടേതായിട്ടുള്ള റീൽസും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടങ്ങോട്ട് പോട്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇവരെ വിടാനുള്ള പരിപാടിയൊന്നും നടത്തത്തില്ല. കാരണം ഇവർ ഇത്രയും കടന്ന് പറയുന്ന സ്ഥിതിക്ക് ഇവരെ വിടേണ്ടതാണ്. ഷോ കിട്ടിയത് പോകാൻ, ഷോ കിട്ടിയത് നിങ്ങൾ വെളിയിലോട്ട് എന്ന് പറയേണ്ടതാണ്. ശരി, ബിഗ് ബോസ് വിടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും രേണു സുധിയുടെ പുറകെയായിരിക്കും. കണ്ടന്റും എല്ലാം പിന്നെ രേണു സുധിയുടെ പുറകിലായിരിക്കും. വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റീൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ. ബിഗ് ബോസിൽ കിടക്കുന്നതുകൊണ്ടാണല്ലോ ഒന്നും നടക്കാത്തത്. അപ്പോൾ എന്തായാലും കളിക്കുന്നവരെ അവിടെ നിർത്തുക. കളിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരെ ദയവ് ചെയ്ത് അതിനകത്തുനിന്ന് പറഞ്ഞു വിടുക. ഇനിയും വലിയ ടാസ്കുകളൊക്കെ ഇനിയും വരാൻ കിടക്കുവാണ്. ഫിസിക്കൽ ടാസ്കുകൾ, ഫിസിക്കൽ ഗെയിമുകളൊക്കെ വരാൻ കിടക്കുവാണ്. ഈ രേണുസുധിയെ കൊണ്ടൊന്നും ഒന്നും നടക്കത്തില്ല. അവിടെ ഒരു പരിപാടിയും നടക്കത്തില്ല. പുള്ളിക്കാരിക്ക് ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ബിഗ് ബോസിന്റെ ടീംസുകളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ രേണു സുധീനെ അങ്ങ് പുറത്ത് പറഞ്ഞു വിട്ടേരാ. ഇപ്പോഴാണെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ തന്നെ കണ്ടല്ലോ ചെറിയൊരു ടാസ്ക്, അതൊക്കെ സാമ്പിളാണ്. ഇനി വെടിക്കെട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ വെടിക്കെട്ടൊക്കെ വരാൻ കിടക്കുന്ന സമയത്ത് എന്തുമായിരിക്കും? ഇനി അങ്ങോട്ട് മെന്റൽ പ്രഷർ കൂടും. ഫിസിക്കൽ ഗെയിമുകളും ഫിസിക്കൽ ടാസ്കുകളും അതിൻ്റെ അങ്ങേയറ്റമായിരിക്കും. ഇനി ഓരോരുത്തർ പോകും തോറും, ഇനി ഓരോ കണ്ടസ്റ്റൻസ് പോകും തോറും അവിടുത്തെ ഇതൊക്കെ മാറും. ഇനി ഫിസിക്കൽ പരമായിട്ട് ചിലപ്പോൾ അവിടെ ജോലി കൂടും, പിന്നെ പട്ടിണിയാവും, പരിവട്ടമാവും. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്കൊന്നും റേഷനും ക്രീഷനൊന്നും കിട്ടാതെ ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. അപ്പോൾ ഇതിനകത്തൊക്കെ രേണു സുധി എങ്ങനെ പിടിച്ചിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് തന്നെ ലൈവിൽ പുള്ളിക്കാരി ഒരുപാട് വട്ടം പറയുന്നതായിട്ട് എനിക്ക് പോകണം എന്ന് പറയുന്നതായിട്ട്. അങ്ങനെ പോകണമെന്ന് പറയുന്ന ഒരാളെ എന്തിനാണ് അവിടെ നിർത്തുന്നത്? പറഞ്ഞങ്ങ് വിട്ടുകൂടെ? പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി ഓക്കെ അല്ല, ഫിസിക്കലി ഓക്കെ അല്ല, ഒന്നും കൊണ്ടും ഓക്കെ അല്ല. ഇത്രയും ദിവസമായിട്ട് പുള്ളിക്കാരി അവിടെ ഒരു കോണ്ടന്റ് കൊടുക്കുന്നില്ല, ഗെയിമും കളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം പുള്ളിക്കാരിയെ സന്തോഷപൂർവ്വം എല്ലാവരും കൂടെ പറഞ്ഞു വിടും. അതാണ് വേണ്ടുന്നത്. പുള്ളിക്കാരിക്കും അതാണ് വേണ്ടത്. ഇപ്പം പുള്ളിക്കാരിയുടെ ഹെൽത്തൊക്കെ വളരെ മോശമാണ്. ഇപ്പം ആഹാരം കഴിക്കുന്ന പോലും ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് കഴിക്കുന്നത്. പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തിരുന്നാൽ തന്നെയും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഇന്ന് ലൈവിനകത്ത് ഫുള്ള് അപ്പാനിയുടെ ഷോ ഓഫ് ആയിരുന്നു. ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ വെറും പട്ടി ഷോ ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. ആ അനുമോളെ എന്തൊക്കെയാണ് വായി വരുന്നത് വിളിച്ചതെന്നറിയാവോ? കരിപ്പൊട്ടി സതീശിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് കാക്കിച്ച് തുപ്പു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പാനി ലൈവിൽ കിടന്ന് ഈ ഷോ കാണിക്കുന്നത്. അത്രയ്ക്കും ദേഷ്യമുണ്ട് അനുവിൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ വൈൽഡ് കാർഡ് കയറി വന്ന സമയത്ത് അനുവിൻ്റെ പുറത്തെ സപ്പോർട്ടും വോട്ടിങ്ങും എല്ലാം ഈ ശരത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞ ദിവസം ഈ അപ്പാനി ശരത്ത് എന്താണ് പറഞ്ഞത്? അനുവിന് ഒട്ടും സ്ക്രീൻ സ്പേസ് ഒട്ടും കൊടുക്കല്ല്, അതുപോലെ അനുവിന് ഇനി ഇവിടെ ഒരു കോണ്ടന്റും കൊടുക്കാൻ നമ്മൾ സമ്മതിക്കല്ല് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് അനുവിൻ്റെ പുറകെ നടന്ന് കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഇന്ന് അനുവിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അപ്പാനി ശരത്ത് പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനു അതിലേക്കൂടെ പോയിട്ട് പഴങ്കഞ്ഞി കുടിക്കുമെന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പം അപ്പോഴത്തേക്ക് അനുവിൻ്റെ അച്ഛനെ കരിപ്പൊട്ടി സതീശൻ എന്നൊക്കെ വിളിച്ച് അതിൻ്റെ അച്ഛൻ കരിപ്പൊട്ടി സതീശന് കരിപ്പൊട്ടി മറിച്ച് വയ്ക്കലല്ലേ ജോലി, മോഷ്ടിക്കലല്ലേ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചതായിട്ടാണ് ഞാൻ കണ്ടത്. ഈ പറയുന്ന അപ്പാനിയുടെ വൈഫിനെ
മോശമായി സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഡയലോഗ് അടിച്ച വ്യക്തിയാണ് ഇപ്പം ഈ അനുവിൻ്റെ അച്ഛനെ വരെ മോശമായിട്ട് കരിപ്പട്ടി സതീശൻ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചത്. അതുപോലെ കഴിഞ്ഞ ദിവസം രാത്രി ബിന്നിയൊക്കെ എന്തോ ഒരു ഗൂഢാലോചന എന്നറിയും. ബിന്നി, അക്ബർ, അനുവിന് ഇനി ഒട്ടും സ്പേസ് കൊടുക്കല്, സ്ക്രീൻ സ്പേസേ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗൂഢാലോചനയായിരുന്നു രാത്രി. ജിസേൽ, എന്നിട്ട് ജിസേലുണ്ട്, ആര്യനുണ്ട്, അക്ബർ, ബിന്നിയാണ് കുത്തിത്തിരിപ്പിൻ്റെ അങ്ങേ അറ്റം. ബിന്നിയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം ആര്യനാണെന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട്, ഇനി നമുക്കങ്ങ് അവളെ സ്നേഹിച്ച് കാണിച്ചാലോ? ഇതൊക്കെ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയില്ല, ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിനി ഏത് നട്ടപ്പാതിരയ്ക്ക് എവിടെ ചെന്നിരുന്ന് ഒളിച്ചിരുന്ന് സംസാരിച്ചാലും നിങ്ങൾ പറയുന്നതായാലും നമുക്ക് ലൈവ് കാണുന്ന ആൾക്കാർക്ക് കാണാനും പറ്റും, കേൾക്കാനും പറ്റും. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു പ്ലാനിങ് അവിടെ നടക്കത്തില്ല. ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ മാത്രമേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ അവിടെ ഇവിടെയും പോയി നിന്നിട്ട് കുറേ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ തകർക്കണം, ഇവരെ തകർക്കണം. ഈ അനുവിന് സ്ക്രീൻ സ്പേസ് കൊടുക്കില്ലെന്ന് പറയുന്ന ടീമുകളെല്ലാം ഡെയിലി രാവിലെ എണീക്കുമ്പോഴേ അനുവിൻ്റെ പുറകെയാണ് പോകുന്നത്. അനുവായിട്ടുള്ള കണ്ടന്റാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരാളെ ഓടി നടന്ന് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാം ഓരോ കണ്ടന്റ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോളെ ഇഗ്നോർ ചെയ്യണം, അനുമോളിന് ഒരു കണ്ടന്റ് കൊടുക്കാൻ സമ്മതിക്കല്, അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ അപ്പാനി ശരത്ത് ടീമുകളൊക്കെ. അപ്പോൾ അവിടെ ടീമുകൾ ഇന്നലെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടിയിരുത്തി അവിടെ ബിന്നി വിളിച്ച് കൂട്ടിയിരുത്തിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാമോ? അപ്പോൾ അങ്ങനെയുള്ള ടീംസുകൾ ഇന്ന് ഫുള്ള് മൊത്തം അനുവിൻ്റെ പുറകെയായിരുന്നു. അതുമാത്രമല്ല ഈ കരിപ്പൊട്ടി സതീശൻ എന്ന് വിളിച്ച്, കരിപ്പൊട്ടി സതീശൻ, എൻ്റെ അച്ഛൻ കരിപ്പൊട്ടി സതീശൻ കരിപ്പൊട്ടി വിറ്റല്ലേ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മൊട്ടിച്ചല്ലേ ബിസിനസ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞൊരു തമാശ രൂപേണയാണെങ്കിലും പക്ഷെ അത് പറഞ്ഞത് മോശം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പം ഈ അപ്പാനി ശരത്ത് അവിടെ ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മോശം തന്നെയാണ്. അത് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇപ്പം ഇവർ തമ്മിലുള്ളൊരു ഈ ഒരു കോൺവെർസേഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ അപ്പാനി ഉണ്ടല്ലോ, അനുമോളെ അവളെ മുഖത്ത് ഞാൻ കാക്കിച്ച് തുപ്പുമെന്ന് പറഞ്ഞിട്ട് അത് ഇച്ചിരി ദേഷിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ദേഷ്യമുണ്ട് പുള്ളിക്കാരനെ. വെച്ച് കഴിഞ്ഞാൽ അനുമോക്കാണ് അവിടെ സപ്പോർട്ട് കൂടുതലെന്നറിയാം. എന്തൊക്കെ നിങ്ങൾ മലക്കം പറഞ്ഞാലും തകിടം പറഞ്ഞാലും PR എന്ന് പറഞ്ഞാൽ പോലും അനുമോളെ താണ് തന്നെ ഇരിക്കും. അനുമോക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയിരിക്കും, അനുമോക്ക് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടിയിരിക്കും. അത് വേറെ കാര്യം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഞാൻ തന്നെ അനുമോളെ സപ്പോർട്ട്, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യും. കാരണം അനുമോളെ ഗെയിം എനിക്ക് ഇഷ്ടമാണ്. കാരണം അവിടെ ഇത്രയും പേര് ആൾക്കാർ കൂടെ നിന്ന് ടാർഗറ്റ് ചെയ്തിട്ട് പോലും അവിടെ ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നല്ലൊരു ഗെയിമറുമാണ്, നല്ലൊരു മത്സരാർത്ഥിയാണ് അനുമോൾ. അതുകൊണ്ട് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യും. അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യും. കാരണം അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലൈവിൽ തന്നെ ഈ അനീഷിൻ്റെ ജീവിതകഥ പറയുന്ന ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അപ്പാനി ശരത്ത് എന്തോടെയാ ഒരു വല്ലാത്ത രീതിയിലാണ് അപ്പാനി ശരത്തൊക്കെ സംസാരിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം അപ്പാനി ശരത്തിന് സത്യം പറഞ്ഞത് മൊത്തം പട്ടി ഷോ ആയിരുന്നു, പട്ടി ഷോ എന്നാണെങ്കിലും പറയാം. ഈ അപ്പാനി ശരത്തിന് എനിക്കൊരു സ്വയം ഒരു പൊങ്ങിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ അങ്ങോട്ട് പൊക്കിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ലൈവിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പാനി ശരത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ 25 സിനിമയോളം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഈ അനുമോൾ എന്താണ് അഭിനയിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഭയങ്കര രീതിയിൽ തട്ടിവിടുന്നുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാം. അപ്പാനി എന്ന് പറഞ്ഞാൽ, ശരത്ത് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന, പുറത്ത് വെച്ച് എന്നെ എല്ലാ ആൾക്കാർക്കും അറിയാം. എന്തൊരു സംസാരം നോക്കണേ. ഇപ്പം അനുമോൾ എന്ന് പറയുന്ന അനുമോക്കായാലും പുറത്ത് നല്ല സപ്പോർട്ടാണ്. ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് തന്നെ അനുമോളെ എല്ലാവർക്കും അറിയാം. 2023 സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു അടിച്ചു താക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് ഇവിടെ നടന്നത്. രണ്ടുപേരും കലാകാരികളും കലാകാരന്മാരൊക്കെയാണ്. അപ്പോൾ അവരെ ഒരു കലയെ റെസ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണോ? ഒരു കലാകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കലയെ റെസ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ ഫീൽഡിൽ നിൽക്കുന്ന ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു കലാകാരിയെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുമോ? അതിന് സിനിമയിൽ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ സീരിയലിൽ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ TV ഷോകളിൽ നിൽക്കുന്ന ആളോ എന്നൊന്നുമില്ല. ഇപ്പോൾ ഈ അപ്പാനി ശരത്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന വലിയൊരു സംഭവമാണ്. അനുമോള് TV ഷോസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. അപ്പം അനുമോളെക്കാളും വലിയൊരു സംഭവം ഞാനാണെന്ന് അവിടെ പറഞ്ഞ് ഇതാക്കുവാണ്. 25 സിനിമകൾ അഭിനയിച്ച ഒരാളാണ്, എന്നെ എല്ലാവർക്കും അറിയാമെന്ന് പറയുവാണ്. എന്തോടെ പറയണ്ട. അപ്പം എന്തായാലും ഇന്ന് ഫുള്ള് അപ്പാനിയുടെ കഴിഞ്ഞ ദിവസം കണ്ടന്റ് കൊടുക്കത്തില്ല, അനുമോളെ ഫുള്ള് ഇഗ്നോർ ചെയ്ത് വിടണമെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇന്ന് ഫുള്ള് അനുമോളെ വാലി തൂങ്ങി കണ്ടന്റ് ഉണ്ടാക്കി അവിടെ നടന്നത് അപ്പാനി ശരത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ അപ്പാനി ശരത്തിനെ പറ്റിയിട്ടും അതുപോലെ അനുമോളെ പറ്റിയിട്ടും അനീഷിനെ പറ്റിയിട്ടൊക്കെ അവരവിടെ ബിഗ് ബോസിനകത്ത ഗെയിം പ്ലാനും ഗെയിമിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.